ഒമാനിൽ ഉപയോഗിക്കാത്ത സിം കാർഡിന്റെ പേരിൽ വ്യാജ തട്ടിപ്പ് കേസിൽ കുടുങ്ങി മലയാളി. തിരുവല്ല കോഴഞ്ചേരി സ്വദേശി സാജുവിനാണ് തന്റെ പേരിൽ മുൻപുണ്ടായിരുന്ന നമ്പർ ഉപയോഗിച്ച് മറ്റൊരാൾ തട്ടിപ്പ് നടത്തിയതോടെ ജയിൽവാസമടക്കം അനുഭവിക്കേണ്ടി വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഉപയോഗം നിർത്തിയെങ്കിലും സ്വന്തം പേരുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാജു വിട്ടുപോയിരുന്നു. തുടർന്ന് ടെലികോം കമ്പനി ഈ നമ്പർ മറ്റൊരാൾക്ക് നൽകി. പുതിയ സിം ഉടമ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇൻഷുറൻസിന്റെ പേരിൽ പലരിൽ നിന്നായി വൻ തുക തട്ടിയെടുത്ത് മുങ്ങി. വഞ്ചിക്കപ്പെട്ട ഒരാൾ ഇബ്ര ആരോപിയിൽ പരാതി നൽകിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് സിം കാർഡിന്റെ ഉടമ സാജു ആണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. സിം കാർഡ് സാജുവിന്റെ പേരിലായതിനാൽ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ലാതിരുന്നിട്ടും ദിവസങ്ങളോളം അദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡിയിലും ജയിലിലും കഴിയേണ്ടി വന്നു. ഈ ചീറ്റ് ചെയ്തപ്പെട്ട ആൾക്കാർ അതിനുശേഷം കേസ് കൊടുക്കുകയും ഏകദേശം എൻ്റെ ഐഡിയിലുള്ള സിം ആയതുകൊണ്ട് എൻ്റെ പേരിലാണ് കേസ് വന്നിരിക്കുന്നതെല്ലാം. 16 കേസോളം എൻ്റെ പേരിൽ വന്നു. അതിനുശേഷം ഞാൻ ഏകദേശം 18 ദിവസത്തോളം ജയിൽവാസവും സാമ്പത്തിക നഷ്ടവും മനോവിഷമവും ഒക്കെ ഉണ്ടായി. സൈബർ കുറ്റകൃത്യങ്ങളിൽ നമ്പർ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ആദ്യത്തെ നിർണായക തെളിവ്. നിയമ നടപടികൾ നീണ്ടതോടെ സാജുവിനും കുടുംബത്തിനും വലിയ മാനസിക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. തുടർന്ന് സാമൂഹിക പ്രവർത്തകനായ ഡോക്ടർ സജീവ് ഉതുപ്പാൻ വിഷയത്തിൽ ഇടപെടുകയും അധികൃതരുമായി ബന്ധപ്പെട്ട് കേസിന് വേഗത്തിൽ പരിഹാരം കാണുകയും ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രത്യേക ഈ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഫ്രീ സിം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്രീ സിം അല്ലെങ്കിൽ ആ സിം നമ്മൾ ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു സിം അവശേഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മുടെ മൊബൈൽ പ്രൊവൈഡറുടെ അടുക്കൽ പോയി നമ്മൾ ഉറപ്പുവരുത്തുകയും അങ്ങനെ ഏതെങ്കിലും സിം അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ സിവിൽ കാർഡ് കൊടുത്ത് അപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്യുകയും ആ ക്യാൻസൽ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്തതിന്റെ ഡോക്യുമെന്റ് നമ്മൾ നമ്മുടെ കൈവശം സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള നിയമക്കുരുക്കിൽ പെടാതെ നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്തരം ചതിക്കുഴികൾ വീഴാതിരിക്കാൻ ഉപയോഗിക്കാത്ത സിം കാർഡുകൾ യഥാസമയം റദ്ദാക്കാനും സ്വന്തം പേരുള്ള കണക്ഷനുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഓരോ പ്രവാസിയും ജാഗരൂകരാകണമെന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്.